ഹലോ മക്കളെ, +2 മാത്സ് മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുന്ന ഒരു നിമിഷമാണിത് ഈ പറയുന്നത്. ഈ നിമിഷം മാത്സിൻ്റെ മോഡൽ എക്സാമിനെ പറ്റി, എക്സാമിൻ്റെ ഡിഫിക്കൽറ്റിയെ പറ്റി കൃത്യമായിട്ട് നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി സാധിക്കും. കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യമുണ്ടായിരുന്നു. ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ഫുൾ A+കൾ വാരിക്കോരി നൽകാൻ വേണ്ടി സാധിക്കില്ല SLC ക്ലാസ്സിനകത്ത്. ആയതിനാൽ SLC എക്സാം ഹാർഡാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് മാത്സ് SLC എക്സാം എന്തായാലും ഹാർഡ് ആവുക തന്നെ ചെയ്യും. പക്ഷേ ഹയർ സെക്കൻഡറിയിൽ എക്സാം ഹാർഡാകുമോ? ഹാർഡാവില്ല എന്ന് എവിടെയും പരാമർശിച്ചിട്ടേ ഇല്ല. ഇതാ ഇപ്പോൾ അതിനും ഒരു തീരുമാനമായി കഴിഞ്ഞു. ഇന്ന് കഴിഞ്ഞ +2 മോഡൽ എക്സാം മാത്സിൻ്റെ എക്സാമിനേഷൻ അത്യാവശ്യം ഹാർഡ് തന്നെയായിരുന്നു, നോ ഡൗട്ട്. ഇതേ സംഭവം തന്നെ നമുക്ക് +1 ക്ലാസ്സിനകത്തും ആവർത്തിക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. +2 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത്രകാലം ചോദിക്കാത്ത പാറ്റേണുള്ള ചോദ്യം ഇത്തവണ എക്സാമിന് ഉണ്ടായിരുന്നു. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ സീനിയേഴ്സോട് ചോദിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇത്രകാലം നമ്മുടെ പാറ്റേണുകളിൽ ഇല്ലാത്ത ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസിൽ നിന്ന് ഇത്തവണ എക്സാം ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇത്തവണ എക്സാം ഹാർഡാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നോ ഡൗട്ട് നമുക്കെന്നാണ് പറയാൻ വേണ്ടി സാധിക്കും ഈ ചോദ്യ പേപ്പർ കാണുമ്പോൾ. എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും തന്നെയാണ്. പക്ഷേ നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണത് കൂടുതൽ പാനിക്കാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം കാണുമ്പോൾ എന്താണ്, ഏതൊരു കുട്ടിയും പെട്ടെന്ന് പാനിക്കായി മാറും. അയ്യോ എനിക്കറിയില്ല, ഇതെങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറേ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതാണ് ഏറ്റവും അധികം പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, നമ്മൾ ഏത് ചോദ്യം കണ്ടാലും കൃത്യമായിട്ട് അറിയാവുന്നത് ആദ്യമായിട്ട് ആൻസർ ചെയ്യുക. പിന്നീട് മാത്രമാണ് നമ്മളെന്ത് അറിയാത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. എന്നാൽ തന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇന്നത്തെ +2 എക്സാം സൈലത്തിൻ്റെ ക്ലാസ്സുകൾ വിദ്യാർത്ഥിക്ക് വളരെ ഈസി തന്നെയായിരിക്കും. അത് നോ ഡൗട്ട് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത്രമേൽ പാറ്റേൺ മാറി വന്നാൽ തന്നെയും നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ഫുൾ മാർക്ക് നേടാൻ സാധിക്കും. കാരണം എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 9ാമത്തെ ദിവസം നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വെച്ച് വളരെ സുഖമായിട്ട് ആ കാണുന്ന സെക്ഷൻ ബിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ സൈലത്തിൻ്റെ ഓരോ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്ത സൂപ്പർ 30 ആയിക്കോട്ടെ, 10 ഡേ സ്റ്റഡി ചലഞ്ച് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സൂപ്പർ 60 ആയിക്കോട്ടെ, ഏത് ലൈവ് ആയിക്കോട്ടെ, അതിനകത്ത് ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയായിരുന്നു ബഹുഭൂരിഭാഗം. +2 ക്ലാസ്സിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പേടി സ്വപ്നമാണ്. എക്സാമിന് 9 മാർക്കിന് ഈ കാണുന്ന 9 മാർക്കും നമുക്ക് വളരെ സുഖമായിട്ട് നേടാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇന്നലത്തെ ഒറ്റ ലൈവ് കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അടുത്തൊരു ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഈ കാണുന്ന ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിനുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഡിഫിക്കൽട്ടായ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ച ഒരു നിമിഷമായിരുന്നു ഈ പറയുന്നത്. അതെല്ലാം തന്നെ നമ്മുടെ സൈലത്തിൻ്റെ സൂപ്പർ 60 ചോദ്യങ്ങൾ അതേപടി തന്നെയാണ് എക്സാമിന് വന്നിരുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഡിഫിക്കൽട്ടായിട്ട് വന്നിരുന്ന ചോദ്യങ്ങൾ തന്നെ. എന്നാൽ നമുക്ക് അവനെ ആൻസർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഏതൊരു കുട്ടിയും ചോദ്യപേപ്പർ കാണുമ്പോൾ ഈ കാണുന്ന പാനിക് ആവുന്ന അവസ്ഥ മാത്രമാണ് എക്സാം ഹാർഡാക്കി മാറ്റുന്നത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അപ്പാടെ ഒഴിവാക്കി വിടുക. ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് വളരെ സുഖമായിട്ട് തന്നെ നമ്മുടെ എക്സാമിൽ നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഇനിയുള്ള ദിവസം ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉറപ്പാൻ വേണ്ടി തീരുമാനിക്കും. എന്തുകൊണ്ടാണ്? ഒരുപാട് സമയമുണ്ടല്ലോ, പതുക്കെ പഠിച്ചാൽ പോരെ എന്ന് ആലോചിച്ച്. അങ്ങനെ ചിന്തിക്കരുത്. ഇനിയുള്ള ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഈ കാണുന്ന ചുരുങ്ങിയ നിമിഷം അത് ഗംഭീരം പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് മാത്സിലും ഫിസിക്സിലും എല്ലാം തന്നെ ഗംഭീരമായ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. എക്സാം പാറ്റേൺ മാറി വന്നാലും നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചോദ്യം പോലും നമ്മൾ ലൈവിനകത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ആയതിനാൽ ഏതൊരു കുട്ടിക്കും ഏത് ചോദ്യം വന്നാലും വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിക്കാണ് സൈലത്തിൻ്റെ ഓരോ പ്രോഗ്രാമും ഇത്രകാലം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൂപ്പർ 30 നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസും അത് അത്രമേൽ ഇമ്പോർട്ടൻറ്റുമാണ്. അത് എക്സാമിന് ചോദിച്ചതുണ്ടായിരുന്നു, എക്സാമിന് തന്നെ ചോദിക്കാത്തതുണ്ടായിരുന്നു, ഇനി ഭാവിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്രമേൽ ഗംഭീരമായിട്ടാണ് നമ്മൾ സൂപ്പർ 30 എന്ന് പറഞ്ഞ പ്രോഗ്രാം മുന്നോട്ട് പോയത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന സൂപ്പർ 60 മിനി മാരത്തോണും എല്ലാം തന്നെ. സോ ഇനിയുള്ള ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും ഫോളോ ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കൂ. ആ കാണുന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഗംഭീരമായി തന്നെ പഠിക്കൂ. വളരെ സുഖമായിട്ട് നമുക്ക് ഫിസിക്സിലും മാത്സിലും ഫുൾ മാർക്ക് നേടാം. സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്. ബൈ.